വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാളർ ഓഫ് NCC സെന്റ് തോമസ് HSS തങ്കമണി. NCC സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടുള്ള എക്സാമിന്റെ ആദ്യത്തെ പോർഷൻ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പോർഷനാണ് നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് അവയർനെസ്. ഈ പോർഷനിൽ മെയിൻ ആയിട്ട് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് പോയാലോ. മെയിൻ റിലീജിയൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതങ്ങൾ. ഇന്ത്യ ഈസ് എ മൾട്ടി റിലീജിയൻ ഡെമോഗ്രാഫിക് കൺട്രി. ഒരുപാട് മതങ്ങളുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. There are 6 major religion in India. പ്രധാനപ്പെട്ട 6 മതങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഇതിനോട് പറയുന്നതിനോടൊപ്പം അതിനകത്ത് എത്ര ശതമാനം ആൾക്കാർ അടങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. ഹിന്ദുസ് 83.5, മുസ്ലിംസ് 10.7, ക്രിസ്ത്യൻസ് 2.44, സിക്കിംസ് 1.79, ബുദ്ധിസ്റ്റ് 0.74, ജൈനിസ് 0.46, അതേഴ്സ് 0.37. Hindus. The source of Hindus thought is the Vedantas. ഹിന്ദുമതങ്ങളുടെ ചിന്തകൾ ഉടലെടുത്തത് വേദാന്തങ്ങളിൽ നിന്നാണ്. ഇസ്ലാം മീൻസ് സബ്മിഷൻ ഓഫ് റിക്കഗ്നൈസേഷൻ ടു അല്ലാഹ്. ദൈവത്തിനുള്ള കീഴടങ്ങൽ അഥവാ സമർപ്പണം എന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. ക്രിസ്ത്യൻസ്. The message of Jesus Christ is the given the Holy Bible. യേശുക്രിസ്തു നൽകിയ സന്ദേശങ്ങളാണ് ബൈബിളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ജൈനിസം derives its name from the ജൈന എന്നുള്ള പേരിൽ നിന്നാണ് ജൈനിസം എന്ന മതം ഉത്ഭവിച്ചതും അതിന്റെ പേര് വന്നതും. ബുദ്ധിസം വാസ് founded by the ഗൗതം ബുദ്ധ എന്ന ആളാണ് ഇത് സ്ഥാപിച്ചത്. സിക്കിം. God the original Guru imparted his message to his disciple Nanak, who having observed the direct spirit become Guru himself. The message of Guru Nanak is known as Gurmat. The central religion text Sikkim is Guru Granth Sahib. ദൈവം യഥാർത്ഥ ഗുരുവും നാനാക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്നും ദൈവത്തിനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചുവെന്നും ഉള്ള വിശ്വാസമാണ് സിക്കിം. ഗുരു നാനാക്കിലുള്ള സന്ദേശം ഗുരുമത്ത് എന്നറിയപ്പെടുന്നു. ഇവരുടെ ഗ്രന്ഥമാണ് ഗുരു ഗ്രന്ഥ് സാഹിബ്. അടുത്തെന്ന് പറയുന്നത് വേരിയസ് റേസസ് അറൈവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വൈവിധ്യമുള്ള ഗോത്രങ്ങൾ. നെഗ്രിറ്റ് റേസ്, പ്രോട്ടോ ഓസ്ട്രേലിയൻ റേസ്, ദ്രാവിഡിയൻ റേസ്, ആര്യൻ റേസ്, മുസ്ലിം റേസ്, ദ ബ്രിട്ടീഷ്. ഇനി അടുത്തെന്ന് പറയുന്നത് നാഷണൽ ഇന്റഗ്രേഷൻ ഇമ്പോർട്ടൻറ്റ് നെസസിറ്റി. ദ മോട്ടോ ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ ഈസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് ദ നാഷണൽ ഇന്റഗ്രേഷൻ? എന്താണ് നാഷണൽ ഇന്റഗ്രേഷൻ? നാഷണൽ ഇന്റഗ്രേഷൻ മീൻസ് ഫീലിംഗ് ഓഫ് ദ otherness and unity among the people of a country. ഒരു രാജ്യത്തെ ആളുകൾ തമ്മിൽ ഒരുമയും കൂട്ടായ്മയും വളർത്തുക. ഇറ്റ് ഓൾസോ മീൻസ് ദ atmosphere in which all citizens, irrespective of their caste, religion and region, live together as peaceful. ജാതി മത വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കുക. ഇറ്റ് refers to the integration in all respect, social, political, economic and above all omissional. സാമ്പത്തികവും സാമൂഹികമായ ഒരു സുസ്ഥിതി നൽകുക. They all work togetherness and cooperate with each other for the perspective of the nation. ഇനി അടുത്തത് പറയുന്നത് നെസസിറ്റി ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ. നാഷണൽ ഇന്റഗ്രേഷന്റെ ആവശ്യകതകൾ. മെയിൻ്റെനൻസ് ഓഫ് ദ സോവറിനിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. പ്രാദേശികമായ പരമാധികാരം നിലനിർത്തുക. മെയിൻ്റെനൻസ് ഓഫ് പീസ് ആൻഡ് ഹാർമോണി. സമാധാനം നിലനിർത്തുക. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ നേഷൻ. ദേശത്തിന്റെ വളർച്ചയും പുരോഗമനം ഉറപ്പുവരുത്തുക. ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ലോ ആൻഡ് ഓർഡർ. നിയമസുരക്ഷ ഉറപ്പുവരുത്തുക. കൾച്ചർ ആൻഡ് റിലീജിയസ് ഡെവലപ്മെന്റ്. സാംസ്കാരിക മതപരമായ ഉയർച്ച. എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. സാമ്പത്തികവും വ്യവസായികവുമായിട്ടുള്ള ഉയർച്ച. അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻക്രീസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. വിദേശ രാജ്യത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ഒക്കെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ നോക്കുക. എക്സ്ചേഞ്ച് ഓഫ് ടെക്നോളജിക്കൽ നോ ഹൗ ആൻഡ് കൾച്ചർ. വിവര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം. ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട് ആൻഡ് എ നേഷൻ. പരസ്പര ബഹുമാനവും ആദരവും നിലനിർത്തുക. വെൽഫെയർ ആൻഡ് വെൽ ബിഗിനിങ് ഓഫ് ദ പീപ്പിൾ. ആയുഷിന്റെയും ആരോഗ്യത്തിന്റെയും സംരക്ഷണം. ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും അതിലെ മുന്നേറ്റങ്ങളും. ഇന്ത്യൻ മ്യൂണിറ്റി ഓഫ് 1857 ആൻഡ് ദ എൻഡ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനം 1857
സ്വാതന്ത്ര്യ സമര സേനാനികളായ രണ്ട് നേതാക്കന്മാരെ കുറിച്ചാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. രാജാറാം മോഹൻ റോയും സ്വാമി വിവേകാനന്ദനും. രാജാറാം മോഹൻ റോയ് 1828 ബാംബു സമാജ് സ്ഥാപിക്കുകയും സതി, ശൈശവ വിവാഹം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ചു. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹിംസയുടെ ശിഷ്യനായിരുന്നു. 1897 ബെല്ലൂരിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. അമേരിക്കയിലെ ചിക്കോഗയിൽ 1893 നടത്തിയ പ്രസംഗം ലോക പ്രശസ്ത. നാഷണൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ മൂവ്മെന്റുകൾ: ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജാലിയൻ വാലാബാഗ് മെഷേഴ്സ്, സൈമൺ കമ്മീഷൻ, സിവിൽ ഡെപ്പോസിവ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, partition of India and Pakistan. Explain perfectly the four national interests: sovereignty, integrity, unity, security. നാഷണൽ ഒബ്ജക്റ്റീവ്സ്, ദേശീയ ലക്ഷ്യങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട 16 ആർട്ടിക്കിളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. ഭരണഘടന ഈ ആർട്ടിക്കിള് 36 പേജ് മുതൽ 51 വരെ പേജുകളായിട്ടാണ് കാണുന്നത്. To ensure and protect a social order which stands for the welfare of the people. ജനങ്ങളുടെ ക്ഷേമത്തിനായി അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക. സെപ്പറേഷൻ ഓഫ് ദ ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ സെപ്പറേറ്റ് ചെയ്യുക. പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ മൂവ്മെന്റ്. ദേശീയ മൂവ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. പ്രകൃതിയുടെ സംരക്ഷണത്തിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ ദ മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ്. നമ്മൾ ചെയ്യുന്ന ഏത് കൃഷി രീതിയാണെങ്കിലും അത് മോഡേൺ രീതിയിലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇംപ്രൂവ്മെന്റ് പബ്ലിക് ഹെൽത്ത്. പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക. പ്രൊമോഷൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓൺ ദ വേക്കർ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. സാമ്പത്തികമായി താഴ്ന്ന ജനങ്ങളുടെ അവരുടെ ഇടയിലെ വിദ്യാഭ്യാസ സാധ്യതകൾ അവർക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് ലേബർ ലോ. തൊഴിലുള്ള തൊഴിലാളികളെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. പ്രൊമോഷൻ ഓഫ് ദ കോട്ടേജ് ഇൻഡസ്ട്രി. ചെറുകിട വ്യവസായങ്ങളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എഡ്യൂക്കേഷൻ ടു ഓൾ. എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം നൽകുക. എഡ്യൂക്കേഷൻ ജസ്റ്റിസ് ടു ഓൾ. എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പുവരുത്തുക. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ദ ബോത്ത് മെൻ ആൻഡ് വുമൻ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തുക. അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ദ ലൈവ്ഹുഡ് ടു ഓൾ സിറ്റിസൺ. എല്ലാ പൗരന്മാർക്കും ജോലി നൽകുക. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കൂടാതെ പുതിയ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടിയാണുള്ളത്. അതുകൂടി ഇതിനകത്ത് പറയുകയാണ്. സെൽഫ് സഫിഷ്യൻസി ഇൻ ന്യൂക്ലിയർ പവർ. ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുന്നതിൽ സ്വയം പര്യാപ്തരാവുക. അവൈലബിലിറ്റി ഓഫ് റിലയബിൾ പവർ സപ്ലൈ ഫോർ ഫാർമിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഫാർമിംഗ് അതുപോലെ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരണ കൂടുതലായിട്ട് കൊടുക്കുക. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ വേൾഡ് മാർക്കറ്റ്. ലോകമെമ്പാടും വിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ബാലൻസിംഗ് ഗ്രോത്ത് ഇൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടറിലെയും ഗ്രോത്ത് ബാലൻസ് ചെയ്യുക. മോഡേണൈസേഷൻ ഓഫ് വില്ലേജ് ലൈനിങ് വിത്ത് റോഡ്സ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ദ ഇലക്ട്രിസിറ്റി ടു ഓൾ വില്ലേജ്. ഗ്രാമങ്ങളിൽ നിന്ന് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാമങ്ങളിലേക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ച് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ. നാഷണൽ ഇന്റഗ്രേഷന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നോക്കാം. കാസ്റ്റിസം, ജാതീയത, കമ്മ്യൂണലിസം വർഗീയത, ലിക്വിഡ് ഫണ്ടിസ്റ്റ്, പാഷാരമായ മതഭ്രാന്ത്, സോഷ്യൽ ഡിസ്പാരിറ്റി സാമൂഹ്യ അസമത്വം, എക്കണോമിക് ഇൻഇക്വാലിറ്റി സാമ്പത്തികമായ അസമത്വം. മെഷേഴ്സ് ടു അച്ചീവ് നാഷണൽ ഇന്റഗ്രേഷൻ. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, റിലീജിയൻ ടോളറൻസ് മതപരമായ സഹിഷ്ണുത, ലിക്വിഡ് ടോളറൻസ് ഭാഷാപരമായ സഹിഷ്ണുത, യൂസ് ഓഫ് റേഡിയോ ആൻഡ് ടി വി അതുപോലെ റേഡിയോ എന്നിവയുടെ ഉപയോഗം കൂടുതലായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാം. ഗവൺമെന്റ് ഇനിറ്റീവ് സർക്കാർ മുൻകൈ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇമ്പോർട്ടൻസ് ആൻഡ് ഫണ്ടമെന്റൽ ഓഫ് യൂണിറ്റി. നാഷണൽ യൂണിറ്റി ഈസ് എക്സ്ട്രീംലി എക്സ്റ്റേണൽ ഫോർ സോഷ്യൽ പീസ് ആൻഡ് harmony. We can enjoy peace and security if there is a mutual and goodwill among all the set of people the country. No progress can be moved by the nation in any field in their respective tendencies and diverse force keep on the very fabric in national unity. ഒരു രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും സാമൂഹ്യ സമാധാനത്തിനും ഏറ്റവും അത്യാവശ്യമാണ് നാഷണൽ യൂണിറ്റി എന്നത്. വിവിധ തരത്തിലുള്ള ആളുകൾ തമ്മിൽ പരസ്പര വിശ്വാസവും സഹായ മനോഭാവവും ഉണ്ടെങ്കിൽ നമുക്ക് സമാധാന സംരക്ഷണവും ആസ്വദിക്കാനായിട്ട് സാധിക്കും.
ഫണ്ടമെന്റൽ ഓഫ് യൂണിറ്റി, ഐക്യത്തിന്റെ അടിസ്ഥാനം. ലാംഗ്വേജ്, ഭാഷ. കാസ്റ്റിസം, ജാതീയത. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. കമ്മ്യൂണലിസം, വർഗീയത. റിലീജിയനിസം, പ്രാദേശികത. നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ. നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ 1961. നാഷണൽ ഇന്റഗ്രേഷൻ സ്ഥാപിതമായത് 1961. A.O. Hume was the founder of the Indian National Congress in the year 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. സ്ഥാപകൻ എന്ന് പറഞ്ഞ A.O. ഹൂമിയാണ്. In April 2010, the National Integration Commission was again reconstituted with the 147 members. That includes the following. 147 ആളുകളെ വെച്ച് 2010 ഏപ്രിൽ നാഷണൽ ഇന്റഗ്രേഷൻ വീണ്ടും ഒന്നുകൂടി രൂപീകരിച്ചു. അതിൽ എത്ര ആൾക്കാരാണ് പങ്കെടുത്തത്, ആരൊക്കെ പ്രതിനിധീകരിച്ച് ആരൊക്കെ പങ്കെടുത്തു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ചെയർമാൻ, പ്രൈം മിനിസ്റ്റർ. മെമ്പേഴ്സ്, ഇനി പറയുന്ന മെമ്പേഴ്സിനെ കുറിച്ചാണ്. ഏതൊക്കെ മെമ്പേഴ്സ് എവിടെ നിന്നൊക്കെ പങ്കെടുക്കുന്നതാണ്. യൂണിയൻ മിനിസ്റ്റർ 14, ചീഫ് മിനിസ്റ്റർ 30, ലീഡർ ഓഫ് പൊളിറ്റിക്കൽസ് 13, നാഷണൽ കമ്മീഷൻ 5, മീഡിയ പേഴ്സൺ 19, ബിസിനസ് 10, ലേബേഴ്സ് 2, വുമൻസ് 8, എമിറ്റിംഗ് പബ്ലിക് 45. ദേ ആർ 8 വുമൻ റെപ്രസെന്റേറ്റീവ് ഇൻ ദ നാഷണൽ ഇന്റഗ്രേഷൻ. സ്ത്രീകളെ പ്രതിനിധീകരിച്ച് എത്ര ആളുകളാണ് ഉണ്ടാവുക? 8 പേരാണ് സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ഉണ്ടാവുക. റോൾ ഓഫ് ഫംഗ്ഷൻ ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ. നാഷണൽ ഇന്റഗ്രേഷന്റെ കൗൺസിലിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കോൺട്രിബ്യൂട്ടിംഗ് ഓഫ് യൂത്ത് ഓഫ് നേഷൻ. വാട്ട് ആർ ദ എയിംസ് ഓഫ് ദ NCC കണ്ടക്ടിംഗ് NICS? NCC കണ്ടക്ട് ചെയ്യുന്ന NICSന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നാഷണൽ ഇന്റഗ്രേഷൻ ഈസ് നെസസറി ടു ദ പ്രോസസ് ഓഫ് എനി നേഷൻ. NIC എന്നത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. ദ പ്രൊമോട്ട് എ ഫീലിംഗ് ഓഫ് ദ നാഷണൽ ഹാർമോണി, കോഓപ്പറേഷൻ ആൻഡ് ബ്രദർഹുഡ് എമംഗ് സിറ്റിസൺ. ഐക്യം, സഹോദരത്വം, സഹകരണം എന്നീ വികാരങ്ങൾ ഏറെ വികസിപ്പിച്ചെടുക്കുക. ടു നെഫ്ലി ദ റൈറ്റ് ദാറ്റ് ഹാവ് കം ബിറ്റ്വീൻ വേരിയസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലെ വിവിധ തരക്കാർ തമ്മിലുള്ള സാമൂഹിക അകൽച്ചകൾ തുടച്ചു നീക്കുക. ടു ഡിസ്കറേജ് ആൻഡ് സോഷ്യൽ എലമെന്റ് ദ ടൂറിസ്റ്റ് ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഇൻ ദ കൺട്രി. ഭീകരാക്രമണത്തിലും സാമൂഹിക വിരുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ടു ബ്രിഡ്ജ് ദ ഗ്രൂപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഫ്രം ദ ഡിഫറെന്റ് റിലീജിയൻ ആൻഡ് റീജിയൻ. സമൂഹത്തിന്റെ വിവിധ തരക്കാർ തമ്മിലുള്ള പിളർപ്പിന്റെ അകലം കുറയ്ക്കുക. ടു പ്രൊജക്ട് എ സ്ട്രോങ് ആൻഡ് ബെറ്റർ ഇമേജ് ഇൻ ഇന്ത്യ അക്രോസ് ദ ഗ്ലോബ്. ഏറ്റവും മികച്ചതും ഉറച്ചതുമായ ഒരു മുഖചിത്രം ലോകതരത്തിൽ ഇന്ത്യക്ക് നേടിക്കൊടുക്കുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ NCC ട്രെയിനിങ് ഫിലോസഫി ഇഷ്യൂഡ് ഇൻ 2021? NCC ട്രെയിനിങ് ഫിലോസഫി 2011 പുതിയ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? Enhance awareness level of cadets to become empowered and responsible citizen of the country. രാജ്യത്തിന്റെ empowered and responsible പൗരനാക്കി മാറ്റുക. Provide opportunities and encourage cadets to enrich their knowledge, development, communication skills and builds a character. അറിവ് വർദ്ധിപ്പിക്കുവാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിച്ച് സമൂഹത്തിൽ മാതൃകാ പൗരനാക്കി മാറ്റുവാനും വേണ്ടി ഒരു കേഡറ്റിന് അവസരങ്ങൾ നൽകി കൊടുക്കുക. സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് മേക്ക് കോൺട്രിബ്യൂഷൻ ടുവാർഡ് സൊസൈറ്റി. സാമൂഹിക പ്രവർത്തനത്തിലൂടെയും സമൂഹത്തിലെ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കാനായിട്ട് സഹായിക്കുക. അണ്ടർടേക്ക് അഡ്വാൻസ് ആക്ടിവിറ്റീസ് ടു ഹോൺ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് റിസ്ക് ട്രെയിനിങ് എബിറ്റീസ്. സാഹസിക പ്രവർത്തനത്തിലൂടെയും സത്യസന്ധരായ വിൽ പവർ ഉള്ള കേഡറ്റിനെ രൂപപ്പെടുത്തി സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു നല്ല ലീഡറിനെ രൂപപ്പെടുത്തി കൊടുക്കുക. കണ്ടക്ട് മിലിറ്ററി ട്രെയിനിങ് ടു ഡെവലപ്പ് അവയർനെസ് അബൌട്ട് ആർമഡ് ഫോഴ്സ് ലീഡർഷിപ്പ് സ്കിൽ ആൻഡ് മിലിറ്ററി വാല്യൂ ആൻഡ് പ്രൊവൈഡ്സ് ആൻഡ് എൻവോൾവ്മെന്റ് ടു മോട്ടീവ് കേഡറ്റ് ഇൻ ജോയിൻ ദ ആർമഡ് ഫോഴ്സ്. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കേഡറ്റിനെ ബോധവൽക്കരണ ക്ലാസുകളും സൈന്യത്തിന്റെ മൂല്യങ്ങളും ലീഡർഷിപ്പ് സ്കിൽസും വികസിപ്പിച്ചു കൊടുത്ത് ഒരു കേഡറ്റിനെ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പ്രാപ്തനാക്കുക. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് അവയർനെസ് ആണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.